നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉള്ളവരാണ്. എന്നാൽ എന്താണ് ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട്? പഴയ നിയമത്തിൽ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ കർത്താവിനെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് തരുന്നുണ്ട്. അവിടെ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു: അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രന്റെ കഷ്ടതകളിൽ അവന് ഉറപ്പുള്ള അഭയവും കൊടുങ്കാറ്റിൽ ശക്തിദുർഗവും കൊടും വേനലിൽ തണലും ആണ് എന്ന്. എന്നാൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്: ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അതായത് എന്നെക്കുറിച്ച് നിങ്ങൾക്കുള്ള കാഴ്ചപ്പാട് എന്താണ്? അപ്പോൾ പത്രോസ് പറയുന്നുണ്ട്: നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന്. ദരിദ്രന്റെ കഷ്ടതകളിൽ അവന് ഉറപ്പുള്ള അഭയവും കൊടുങ്കാറ്റിൽ ശക്തിദുർഗവും കൊടും വേനലിൽ തണലുമായവൻ തന്നെയാണ് യേശു എന്നാണ് അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്: യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു. ഇനി അതിനു പുറമെ മറ്റൊരു അടിസ്ഥാനം സ്ഥാപിക്കുക സാധ്യമല്ല. ഈ ഒരു വിശ്വാസത്തിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് കൊണ്ടുപോകാം. നമ്മുടെ ജീവിത വഴികളിൽ അഭയശിലയായി യേശുക്രിസ്തു നമ്മോട് കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.